ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാളൂസ് കിച്ചൺ. ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടൊരു ഡിഷാണ്. മെക്സിക്കൻ ചിക്കൻ ബ്രെഡ് പോക്കറ്റാണ് റെഡിയാക്കുന്നത്. നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലോ അല്ലാത്ത ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ഷുഗർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ സാധാരണ മെക്സിക്കൻ ഡിഷസിലൊക്കെ യൂസ് ചെയ്യുന്ന പാപ്രിക്ക പൗഡറാണ്. അപ്പം ഞാൻ പാപ്രിക്ക പൗഡറിന് പകരമായിട്ടാണ് ഇവിടെ കാശ്മീരി ചില്ലിയും ഷുഗറും കൂടി ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം നമുക്ക്. ഇനി എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്ത് നമുക്കൊരു 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ബ്രെഡ് പോക്കറ്റ്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബ്രെഡ്സ് ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വാവട്ടമുള്ളൊരു പാത്രം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സൈഡ്സ് വിട്ടുപോകും. അതിങ്ങനെ ഒന്നിച്ചിരിക്കുകയും ചെയ്യും. അതേപോലെ ഞാനിവിടെ 4 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ചെയ്യും പോലെ തന്നെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പോക്കറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും പോർഷൻ എടുത്തു. അതിൻ്റെ അകത്ത് ബാലൻസ് വരുന്ന വെച്ച് നമുക്ക് ബ്രെഡ് ക്രംസ് റെഡിയാക്കിയാൽ മതി കേട്ടോ. ബ്രെഡ് പോക്കറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പം എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം തീ ഒന്ന് കുറച്ചിടണം. ബ്രെഡ് ക്രംസ് ഒന്ന് നല്ല ബ്രൗൺ കളർ ആയാൽ മാത്രം മതി. ആ സമയമാകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാതെ. ഇപ്പോൾ ഒരു ബണ്ണിൻ്റെ ഷേപ്പിൽ നല്ല പോലെ പഫായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം നമുക്ക് അങ്ങനെ തന്നെ റെഡിയാക്കാം. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ തവ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തവ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കിത് തണുത്ത ശേഷം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസും കൂടി എടുത്തിട്ടുണ്ട്. ബണ്ണ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നൈഫ് യൂസ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ കീറി കൊടുത്താൽ മതി. ഒരു ഹാഫ് പോർഷൻ നിങ്ങളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് നല്ല പോലെ ഇങ്ങനെ ഓപ്പൺ ആയി കിട്ടിക്കോളും.
നമുക്കിതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മുടെ സ്റ്റഫിങ് എല്ലാം വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഇതിനകത്ത് സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് കുറച്ച് മയണൈസാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മയണൈസ് പോക്കറ്റ്സിൻ്റെ 2 സൈഡിൽ നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ വെജിറ്റബിൾസിൽ മയണൈസ് ചേർക്കുന്നില്ല, ഇങ്ങനെ ഇതിൻ്റെ അകത്താണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ചിക്കൻ പീസസ് എന്തോരം വെക്കണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് കുക്കുംബറും കൂടി വെക്കാം. കുക്കുംബർ വേണമെങ്കിൽ നമുക്ക് പിക്കിളായിട്ടുള്ളതൊക്കെ യൂസ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അതേപോലെ ടൊമാറ്റോ, ക്യാപ്സിക്കം. ഇപ്പം നിങ്ങൾക്ക് ലെറ്റ്യൂസിൻ്റെ ലീഫ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. സാധാരണ മെക്സിക്കൻ ഡിഷസിലൊക്കെ യൂസ് ചെയ്യുന്നൊരു ലീഫാണല്ലോ അത്. ക്യാബേജും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക്. ഇനി നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ് ഫ്രഞ്ച് ഫ്രൈസ്. ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ, വലിയ ടൈമും വേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കുറച്ചുകൂടി വലിയ ബ്രെഡ് ആണെങ്കിൽ കുറച്ചും കൂടി വലിയ പോക്കറ്റ്സ് നിങ്ങൾക്ക് റെഡിയാക്കാം, അപ്പോൾ കൂടുതൽ സ്റ്റഫിങ് വെക്കാൻ പറ്റും. എനിക്കിവിടെ ചെറിയ പോക്കറ്റ്സ് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ അതനുസരിച്ചുള്ള സ്റ്റഫിങ് ആണ് ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇഫ്താർ ടൈമിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ഉണ്ടാക്കാനും സിമ്പിളാണ്. നമുക്ക് വീട്ടിൽ ചിക്കൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഫൈനലായിട്ട് ഇതിനകത്തേക്ക് നമുക്ക് മുകളിലും കൂടി കുറച്ച് മയണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഡിഷ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് ബിൽറ്റ സൈനിങ് ഓഫ്. ബൈ.